സോ ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അഗൈൻ. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ വന്നത് ഞാൻ നടത്താൻ അല്ലെങ്കിൽ നടക്കും എന്ന് ഉറപ്പുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല ഗായ്സ്, ഞാൻ റീസെൻ്റ്ലി തുടങ്ങിയല്ല. എനിക്ക് ഈ അടുത്തുള്ള ആകെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ വാച്ച് കളക്ഷനാണ്. കാരണം എൻ്റെ ഫസ്റ്റ് വാച്ചാണ് ഇതാ, ഈ കാസിയോ MTP സീരീസിലുള്ള ഈ വാച്ച്. എൻ്റെ മോഡൽ നമ്പർ ഞാൻ മറന്നുപോയി. വാട്ടർ വെറ്റീസ്. ഈ കാസിയോ MTP സീരീസിലെ ഈ വാച്ച്. കാരണം ഈ വാച്ച് ഞാൻ ആദ്യമായിട്ടാണ് വർത്ത് വൈൽ ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് തോന്നിയ എൻ്റെ ഫസ്റ്റ് വാച്ചാണിത്. അപ്പോൾ അതിന് ശേഷം എനിക്ക് തോന്നി എന്തുകൊണ്ട് ചെറിയൊരു വാച്ച് കളക്ഷൻ. അതിന് ശേഷമാണ് കുറച്ചും കൂടി വാച്ച് കളക്ഷനിലോട്ട് ഞാൻ ഇറങ്ങിയത്. അതിന് ശേഷം ഞാൻ വീണ്ടും ഒരു വാച്ച് എൻ്റെ കളക്ഷനിൽ ആഡ് ചെയ്തു. അത് കാസിയോ റോയാലാണ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഒരു കുറച്ച് സെറ്റ്സ് ഓഫ് പെർട്ടിക്കുലർ വാച്ച്, അതായത് 7 സെറ്റ് ഓഫ് വാച്ച് വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിൽ 2 വാച്ച് ഞാനിപ്പോൾ കറൻ്റ്ലി എൻ്റെ അടുത്തുണ്ട്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് മിക്കവാറും അർഗോസിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വാച്ച് ഉണ്ട്. എനിക്കൊന്ന് ഒളിമ്പിക്കാന്ന് തോന്നുന്നു. അർഗോസിൻ്റെ ഒളിമ്പിക്കിൽ ഏത് വാച്ചെന്ന് എനിക്ക് വേണ്ട വെച്ചാൽ മറ്റേ പവർ റിസർവ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നൊരു വാച്ചുണ്ട്, ഓട്ടോമാറ്റിക് വാച്ച്. എനിക്ക് അതെടുത്താൽ കൊള്ളാമെന്നുണ്ട്. അതേപോലെ ഒരു G-Shockൻ്റെ നല്ല വാച്ച് ഓൺ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ടിഷോട്ട്. എന്നാലും 2 വാച്ചസ് ബാക്കി. അതിനകത്ത് ഒരു വാച്ച് പെർട്ടിക്കുലർലി ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല ഏതെടുക്കണം അല്ലെങ്കിൽ ഏത് ഓൺ ചെയ്യണം. അതിപ്പോഴും തിങ്കിങ് പ്രോസസ്സിലാണ്. അല്ലെങ്കിൽ നല്ലൊരു വാച്ച് കണ്ടാൽ ഞാൻ എടുക്കും. ബട്ട് ഞാൻ ഒരു വാച്ച് കളക്ടർ എന്ന നിലയിൽ എനിക്ക് അവസാനമായി എൻ്റെ കളക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ഞാൻ ഓൺ ചെയ്യുന്ന എൻ്റെ വാച്ച് എന്ന് പറയുന്നത് എനിക്കൊരു റോളക്സിൻ്റെ ഒരു വാച്ച് ഓൺ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം പറയുകയാണെങ്കിൽ വേറൊന്നുമില്ല ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം വിചാരിച്ചു റോളക്സിൻ്റെ ഒരു വാച്ചൊന്നും നമുക്ക് ആവശ്യമൊന്നുമില്ല, നമ്മളതിൻ്റെ റോളക്സിൻ്റെ വാച്ചിൽ എടുക്കുന്നതെന്ന് ആദ്യം ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എങ്ങനെയാലും മാക്സിമം ഒരു ടിഷോട്ടിൻ്റെ ഒരു വാച്ചെല്ലാം എടുക്കാം. ബട്ട് റോളക്സിലോട്ട് പോകുന്നില്ല എന്ന് വിചാരിച്ചു. എനിക്ക് പ്രത്യേകിച്ച് റോളക്സിൻ്റെ വാച്ച് താല്പര്യം ഇല്ലായിരുന്നു പണ്ടെല്ലാം. മീൻസ് ഞാൻ നോക്കുന്ന സമയത്ത്, റോളക്സിൻ്റെ വാച്ച് നോക്കുന്ന സമയത്ത് മിക്കവാറും ഈ ഓൾറെഡി കോപ്പി വാച്ചസ് കാണുന്ന സമയത്ത് മറ്റേ ഈ പെപ്സീൻ്റെ വേർഷൻസും അതേപോലെ ഭയങ്കര ബൾക്കി എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് റീസെൻ്റ്ലി ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഈ റോളക്സിൻ്റെ വാച്ചിനെ കുറിച്ച് വെറുതെ നോക്കിയ സമയത്ത് റോളക്സിലും നല്ല വാച്ചുണ്ട്. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ് ആണ്. ബട്ട് വൺ ഡേ, ഒരു ദിവസം അങ്ങനെ റോളക്സിൻ്റെ ഒരു വാച്ച് ഓൺ ചെയ്താൽ കൊള്ളാൻ എനിക്ക് ഭയങ്കരമുണ്ട്. ഞാൻ ഓൺ ചെയ്യും വൺ ഡേ. എത്ര കാലം എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഞാൻ റോളക്സിൻ്റെ വാച്ച് എടുത്തിരിക്കും. എൻ്റെ ഫൈനൽ കളക്ഷൻ, വാച്ച് കളക്ഷൻ്റെ ഏറ്റവും ഫൈനൽ വാച്ച് റോളക്സിൻ്റെ വാച്ചായിരിക്കും. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ തപ്പി നോക്കുന്ന സമയത്ത് റോളക്സിൻ്റെ വാച്ച് കോൺഫിഗർ എല്ലാം ചെയ്ത് വരുന്ന സമയത്ത് കുറച്ച് വർഷങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിവേ, ഞാനൊരു റോളക്സിൻ്റെ വാച്ച് എടുക്കും. പക്ഷെ എത്ര കാലം എടുക്കുന്നതാണ് വിഷയം. അതിനുള്ള ക്യാഷ് സെറ്റ് ആവണം. പിന്നെ അത് നമ്മൾ കോൺഫിഗർ ചെയ്ത് വെയിറ്റ് ചെയ്യണം സാധനം കിട്ടണമെങ്കിൽ. അതൊക്കെ എത്ര കാലം എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എൻ്റെ ഫൈനൽ വാച്ച് കളക്ഷൻ്റെ ഫൈനൽ വാച്ച് റോളക്സ് ആയിരിക്കും. അതെനിക്ക് ഉറപ്പുണ്ട്. റോളക്സ് എടുത്തിരിക്കും. എത്ര കൊല്ലം കഴിഞ്ഞാൽ വേണ്ടിയിലേക്ക് എടുത്തിരിക്കും. എടുക്കുമായിരിക്കും. അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോസ്, വേറെ ഒന്നുമല്ല. എനിക്ക് പറയണമെന്ന് തോന്നി. ഈ വീഡിയോ നിങ്ങൾ നോക്കി പറ്റും. വൺ ഡേ നമ്മൾ എടുത്തിരിക്കും.